ആളുകളിൽ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കണം, ശാസ്ത്രീയ ചിന്ത വളർത്തണം, പിന്നെ ഈ അമാനുഷ ശക്തിയുള്ള ആളുകളെ വിലക്കണം, അങ്ങനെ പറയുന്നതൊക്കെ നിരോധിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു ഹർജി, പൊതു താൽപ്പര്യ ഹർജി സുപ്രീം കോടതി ഹർജിക്കാരനെ കൊണ്ട് പിൻവലിപ്പിച്ചു. അത് ശരിയാണോ? അല്ല, ആ ഹർജിയൊക്കെ അസ്ഥാനത്തുള്ള ഹർജിയാണ്. പിന്നെ പിൻവലിക്കുന്നോ അതോ ഡിസ്മിസ് ചെയ്യുന്നോ എന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ചോദിക്കാറുണ്ട്. കാരണം ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ആ പ്രശ്നം വേറെ ഏതെങ്കിലും രീതിയിൽ ഉന്നയിക്കണമെങ്കിൽ അത് സാധ്യമല്ലാത്തൊരു സ്ഥിതി വരും. അതാണ് ഡിസ്മിസ് ചെയ്യാൻ. പിൻവലിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ അഗെയിൻ റേസ് ദ പോയിൻറ്റ് ഇൻ സം അതർ ഫോറം, ഇൻ സം അതർ മെത്തേഡ്, സംവെയർ എൽസ്. സുപ്രീം കോടതി ഡിസ്മിസ് ചെയ്താൽ പിന്നെ കഴിഞ്ഞില്ലേ. പിന്നെ നിങ്ങൾക്ക് ഒരു കോടതിയിൽ, ഒരു ട്രിബ്യൂണലിൽ, ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല, ഫൈനൽ ആയിപ്പോൾ. അതുകൊണ്ടാണ് ഇത് വിഡ്രോ ചെയ്യാനൊരവസരം കൊടുക്കുന്നത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു റെമഡി എവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ, നിങ്ങളുടെ സങ്കടം തീരുമെങ്കിൽ പൊക്കോ എന്നുള്ള മട്ടിലാണ് ഈ വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. വിഡ്രോ ചെയ്യില്ല, യു ഡിസ്മിസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യാം. ഞാനിത് കേരള ഹൈക്കോടതിയിൽ ചെയ്തിട്ടുണ്ട്. വിഡ്രോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ് മേ ബി പാസ്ഡ്. അത് തള്ളിക്കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് 6 പേജിൽ അണ്ടം കീറിക്കൊണ്ട് തന്നു. അപ്പോൾ അതായിരുന്നു എനിക്ക് ആവശ്യം. എൻ്റെ ഈ കോർട്ടിൽ നമ്മൾ പലവിധ ആവശ്യങ്ങളാണില്ല. അപ്പോൾ ഇത് ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ഇതിൽ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സയൻറ്റിഫിക് ടെമ്പർ നിങ്ങൾക്ക് നിയമം മൂലം ഉണ്ടാക്കാൻ പറ്റില്ല. വലിയ സയൻറ്റിസ്റ്റുകൾക്ക് പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവില്ല. ഈ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള ഭംഗി വാക്കുകൊണ്ട് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ നിരീശ്വരവാദിയായിരിക്കണം, സയൻസിന് വഴങ്ങുന്ന അതല്ലാത്ത ഒരു കാര്യത്തിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാൻ പാടില്ല. ഇത് പറയുമ്പോൾ ഇവരൊരു യാഥാർത്ഥ്യം മറന്നു പോകുന്നുണ്ട്. സയൻസ് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ മാറുന്ന സയൻസാണ് എന്നുള്ളത് ഇവർ ഓർക്കാതെയാണ് ഈ അടിക്കുന്നത്. പലപ്പോഴും ഇവരൊക്കെ സംസാരിക്കുന്നത് ന്യൂട്ടൻ്റെ കാലത്തെ ന്യൂട്ടോണിയൻ സയൻസ് എന്ന് പറയും. ഐസക് ന്യൂട്ടൻ്റെ കാലത്തെ സയൻസിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് ഇവരിതൊക്കെ പറയുന്നത്. അതിനുശേഷം സയൻസ് എത്ര മുന്നോട്ട് പോയി. ഇപ്പോൾ സയൻസും ആധ്യാത്മികതയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മേഖലയിലാണ് ഇപ്പോൾ സയൻസ് നിൽക്കുന്നത്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നൊരു കാര്യം സയൻസ് ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. ബോധം എന്ന് വെച്ചാൽ എന്താ? ബോധത്തിനൊരു നിർവചനമില്ല. ഉണർന്നിരിക്കുന്ന അവസ്ഥയല്ലേ? ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയാമെങ്കിലും അത് തൊട്ട് കാണിക്കാനായിട്ട് ഇതാണ് ബോധം, ഇല്ല, ഇതാണ് ബുദ്ധി, ഇതാണ് മനസ്സ്. ഇങ്ങനെ തൊട്ട് കാണിക്കാൻ പറ്റാത്ത സാധനം. അതിന് കോൺസിക്വൻസസ് ഉണ്ട്, അനുഭവമേ ഉള്ളൂ. പക്ഷേ ഇത് ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. ദൈവത്തെ നിങ്ങൾക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ, കാണാനോ തൊടാനോ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ അന്ധവിശ്വാസം. ഈ സാധനങ്ങളൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കാണാനോ തൊടാനോ പറ്റാത്തതാണ്, അനുഭവിക്കാൻ മാത്രം പറ്റുന്നതാണ്. അതുപോലെ ബോധവും അനുഭവിക്കാൻ മാത്രം പറ്റുന്നൊരവസ്ഥയാണ്. ബോധം നശിച്ച് കിടക്കുന്ന ഒരാൾ, അയാൾ എത്ര പണക്കാരനായാലും എന്താ, എത്ര ഭിക്ഷക്കാരനായാലും എന്താ, എന്തായാലും അയാൾക്ക് ബോധമില്ലല്ലോ, അൺകോൺഷ്യസ്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് ഈ തലത്തിലേക്കൊക്കെ സയൻസ് വളരുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ പിടിവാശിക്കാർ അങ്ങോട്ട് വളർന്നിട്ടില്ല. അതുകൊണ്ട് അവർ കോടതിയിൽ പോകും. അവർ പറയും ആൾ ദൈവങ്ങളെ ഇല്ലാതെയാക്കണം. ഇതെങ്ങനെ സാധിക്കും? നിയമം വഴി സാധിക്കില്ല. ഞാൻ ഒരു മനുഷ്യനെ ദൈവമായിട്ട് കണ്ടാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ കയറിയിട്ട് നിയമം നടപ്പിലാക്കാൻ പറ്റുക? ഞാൻ അയാളെ എൻ്റെ ദൈവമായിട്ട് കാണുന്നു, അയാളെ പോകുന്നു, അയാളുടെ അനുഗ്രഹം തേടുന്നു, അയാളാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വിശ്വസിക്കുന്നു, അയാളുടെ പാദ പൂജ ചെയ്യുന്നു. ഹൗ ക്യാൻ യു പ്രിവെൻറ്റ് ദാറ്റ് ത്രൂ ലോ? മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് മര്യാദയാണ്. ഇപ്പോഴല്ല, ഈ സാധനം എത്ര കാലമായി ഈ തർക്കം നിലനിൽക്കുന്നറിയാം. ഒരു 1970കളിലാണ് കേരള ഹൈക്കോടതിയിലൊരു പെറ്റീഷൻ വന്നു.
നമ്മളുടെ ചാത്തൻ മഠമുണ്ടല്ലോ, ഏത് മഠം എന്ന് ഞാൻ പറയില്ല, ഫേമസ് മഠങ്ങൾ അന്തിക്കാട് ഭാഗത്ത് ഉള്ള, അതിലെ ഒരു മഠത്തിനെതിരെ വഞ്ചന കുറ്റവുമായിട്ടാണ് ആൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ തോറ്റിട്ട് ഹൈക്കോടതിയിൽ വരിക, അങ്ങനെ എന്തോ ആയിരുന്നു. എന്തോ പൂജ നടത്തിയിട്ട് ഇയാളുടെ കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. 20,000 രൂപ, അന്നത്തെ കാലത്ത് വലിയ തുകയാണ് 20,000 രൂപ. 20,000 രൂപ മുടക്കി, കാര്യം നടന്നില്ല. അപ്പോൾ വിശ്വാസവഞ്ചന. ഇതാണ് കോടതി പറഞ്ഞു ഇതിലിടപെടാൻ പറ്റില്ല. കാരണം ഇത് ഒരു ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഏർപ്പാടാണ്. നിങ്ങൾ തമ്മിലൊരു കോൺട്രാക്റ്റൊന്നുമില്ല. ഒരു കോൺട്രാക്റ്റ് എഴുതിയിരുന്നു വെച്ചോ മുദ്രപത്രത്തിൽ, നിങ്ങൾ 20,000 രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ കോൺട്രാക്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് സിവിൽ സ്യൂട്ട് നിങ്ങൾക്ക് മുനിസിപ്പൽ കോടതി മുതൽ തുടങ്ങാം. ഇതങ്ങനെയൊന്നുമില്ല. ഒരു വിശ്വാസമാണ്, നിങ്ങളുടെയും വിശ്വാസമാണ്, അയാളുടെയും വിശ്വാസമാണ്. ഇപ്പോൾ അയാൾ കോടതിയോട് പറയും ഇങ്ങനെയല്ല, ഇയാളുടെ ഗ്രഹനില തെറ്റിപ്പോയി, ആ സമയമായപ്പോഴത്തേക്ക് ഇയാൾ വേറൊരു ദുഷ്കൃത്യം ചെയ്തു, അതിൻ്റെ ഫലം വന്നപ്പോൾ രാഹു കേതുവിലേക്ക് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്തെങ്കിലും ന്യായമൊക്കെ പറയും. ഇതിലൊന്നും കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ കേസ് തള്ളി. അന്ന് മുതൽ ഇതുണ്ട്. കാരണം എപ്പോഴും ഈ പല റാഷണലിസ്റ്റുകളും വാദിക്കുന്ന പോലെ ഇതിൽ ബേസിക് ഒരു വഞ്ചനയില്ലേ. നിങ്ങളുടെ ജീവിതം ഞാൻ ശരിയാക്കി തരാമെന്നൊരു ജ്യോത്സ്യൻ പറയുന്നു, അയാൾ പറഞ്ഞ കുറേ പൂജകളൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്നു, പൂജകൾ ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതം ശരിയാവുന്നില്ല. അതൊരു വഞ്ചനയല്ലേ എന്നാണ് അവരുടെ ചോദ്യം. ആണ് കോടതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതി കരാറാക്കണം. അതല്ലാതെ നിങ്ങൾ തമ്മിൽ സെലസ്റ്റിയൽ ബോഡീസിനെ വെച്ചിട്ട് നിങ്ങൾ വെർബലി ഒരു എഗ്രിമെൻറ്റ്, സെലസ്റ്റിയൽ ബോഡീസിൻ്റെ പുറത്ത് കോടതിക്ക് യാതൊരു കൺട്രോളും ഇല്ല. ഭാരതത്തിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ സിറ്റിസൻ്റെ പുറത്തെ കോടതിക്ക് കൺട്രോളുള്ളൂ. രാഹു കേതുക്കളുടെ പുറത്തൊന്നും കോടതിക്ക് കൺട്രോൾ. നോട്ടീസ് അയക്കാൻ പറ്റില്ല, കുട്ടിച്ചാത്തന് നോട്ടീസ് അയക്കാൻ പറ്റില്ല, ബുധന് ജയിലിലടയ്ക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഏരിയയിൽ നിങ്ങളൊരു എഗ്രിമെൻ്റ് എത്തിയിട്ട് ആ എഗ്രിമെൻ്റ് ഇയാൾ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബിയോണ്ട് കോർട്ട് ജൂറിസ്ഡിക്ഷൻ. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ പറ്റിക്കപ്പെടുന്നവരെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? കുട്ടിച്ചാത്തൻ ഉണ്ടെന്ന് വിശ്വസിക്കണോ ഇല്ലെന്ന് വിശ്വസിക്കണോ, നിങ്ങളുടെ സൗകര്യം പോലെ. കോടതിക്ക് അതിലൊന്നും ചെയ്യാനില്ല. പക്ഷേ ഈ പ്രയറിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ പാഠപുസ്തകങ്ങളിൽ ഇതനുസരിച്ചുള്ള സയൻറ്റിഫിക് ടമ്പർ വളർത്താനുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതും കോടതി അംഗീകരിച്ചില്ല. ഇല്ല, അത് കൊണ്ടുവരേണ്ടത് ലെജിസ്ലേച്ചറാണ്, കോടതിയല്ല. ഈ പലരും ഈ കോടതിയുടെ ഒരു പരിധിയുണ്ട്. ചിലപ്പോഴൊക്കെ അത് മറികടക്കാറൊക്കെ ഉണ്ട് അവർ, ബട്ട് ഒരു പരിധിയുണ്ട്. ലെജിസ്ലേച്ചർ വിദ്യാഭ്യാസ പദ്ധതിയിൽ എന്ത് ചേർക്കണോ അത് ചേർക്കാം. ഞാൻ പറയട്ടെ, ഈ നമ്മുടെ സ്കൂൾ പുസ്തകത്തിൽ ദൈവം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അത് തെറ്റിദ്ധാരണയാണ്, ഫൂളിഷ്നെസ്സാണ് എന്നൊക്കെ നിങ്ങൾ എഴുതി വെച്ചു എന്ന് വെച്ചോ. ഇത് പഠിപ്പിക്കാൻ വരുന്ന സാറ് വലിയൊരു ഭസ്മക്കുറി ഇട്ടുകൊണ്ടായിരിക്കും ഈ പുസ്തകമായിട്ട് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ഇത് പഠിക്കാനിരിക്കുന്ന കുട്ടി ഒരു ചന്ദനക്കുറി ഇട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു കുട്ടി നിസ്കരിക്കാനായിട്ട് പള്ളിയിൽ പോകുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഈ വ്യർത്ഥമായ ഒരു തരം വ്യായാമമാണിത്. സയൻറ്റിഫിക് ടെമ്പർ അവനവൻ്റെ ഉള്ളിൽ നിന്ന് അന്വേഷണങ്ങളിലൂടെ ഉണ്ടായി വരേണ്ട ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളിലൂടെ പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പാഠപുസ്തകങ്ങളിലൂടെ നിങ്ങൾ സയൻസ് പഠിപ്പിക്കുക. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന അവസ്ഥ, മനസ്സിൻ്റെ അവസ്ഥ, അത് പതുക്കെ ഇവോൾവ് ചെയ്ത് വരും. അതെല്ലാവർക്കും വരികയുമില്ല. എല്ലാവരും സയൻറ്റിഫിക് ടെമ്പറായിട്ട് ജീവിക്കുന്നവരുമല്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും രസകരമായി കോടതി പറഞ്ഞത് ഈ സാമൂഹിക നവോത്ഥാനം എന്ന് പറയുന്നത് കോടതി വിധികളിലൂടെ അല്ല, നിങ്ങൾ ആളുകൾക്കിടയിൽ ഇറങ്ങി പണിയെടുത്തുണ്ടാക്കേണ്ടതാണ്. അതെ, അങ്ങനെയാണ്. ഞാൻ ഈ തോമസ് ആൽവ എഡിസനെ പറ്റി തമാശയോ നടന്നതുമായൊരു കഥയുണ്ട്. എഡിസൻ്റെ ലാബോറട്ടറിക്ക് മുമ്പിൽ ഈ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായ സ്വസ്തികയുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇത്ര വലിയ സയൻറ്റിസ്റ്റായിട്ട് ഈ സ്വസ്തിക ലാബിന് മുമ്പിൽ തൂക്കിയിരിക്കുന്നു, ഇതെന്ത് പരിപാടി? നിങ്ങൾക്കിതിലൊക്കെ വിശ്വാസമുണ്ടോ? അപ്പോൾ എഡിസൺ പറഞ്ഞു, എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വസ്തിക പ്രവർത്തിക്കുന്നുണ്ട്.
സ്വസ്തിക തൂക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കണമെന്ന് സ്വസ്തികയ്ക്ക് നിർബന്ധമില്ല. അതതിൻ്റെ പണിയെടുക്കുന്നുണ്ട്. അതതിൻ്റെ പണിയെടുക്കുന്നുണ്ട്. ഇത് പല വിശ്വാസികളോടും സുനിൽ സംസാരിച്ചാൽ ഈ സത്യം പറയും. ഗുരുവായൂരപ്പനുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു ഞാൻ പറയും, ഗുരുവായൂരപ്പനുണ്ടോ ഇല്ലെന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങേർക്ക് വേണ്ടെന്ന്. അങ്ങേരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വിശ്വസിച്ചാൽ എന്താ, വിശ്വസിച്ചില്ലെങ്കിൽ എന്താ? നിങ്ങൾ നിരീശ്വരവാദിയാണ്, ആയിക്കോട്ടെ, നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കേണ്ട, പക്ഷേ അദ്ദേഹത്തിന് നിങ്ങളിലൊരു നോട്ടമുണ്ട്. അതെ അതെ. ഹീ വിൽ പ്രൊട്ടക്റ്റ് യു. യു നീഡ് നോട്ട് ബിലീവ് ഹിം. ഹീ ഈസ് നോട്ട് വറീഡ് വെദർ യു ആർ ബിലീവിങ് നോട്ട്. ഇതൊന്നും ഗുരുവായൂരപ്പനും പ്രശ്നമല്ല. ഇങ്ങനെയുള്ള മറുപടികൾ ഭക്തന്മാരിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഏരിയയാണ്, വിശ്വാസത്തിൻ്റെ ഏരിയയാണ്. കോടതിക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഉത്തരവ് ഇടാൻ പറ്റാത്ത ഏരിയയാണ്. ഒരു ഉത്തരവ് എൻഫോഴ്സിബിൾ ആയിരിക്കണമല്ലോ. കോടതിക്ക് ഈ രാഹുകേതുക്കളെ കുട്ടിച്ചാത്തനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കുട്ടിച്ചാത്തനെ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ പിഴയിടും. എവിടെ കുട്ടിച്ചാത്തൻ? പണ്ട് നാരായണ ഗുരു കത്ത് കൊടുത്തയച്ചെന്ന് കേട്ടിട്ടുണ്ട് കുട്ടിച്ചാത്തന്. അത് ഒരു സൈക്കോളജിക്കൽ ആവശ്യത്തിന് വേണ്ടി കൊടുത്തതാണ്. അതല്ലാതെ വേറെ ആരും നോട്ടീസൊന്നും അയച്ചിട്ടില്ല. ഇല്ല. നാരായണ ഗുരു തന്നെ അത് ഗുരു ഒരു കത്ത് കൊടുത്താൽ അവർക്ക് ആശ്വാസമാകും. ഗുരു അത് ചെയ്തു. അതിന് വേണ്ടി പ്രിയപ്പെട്ട കുട്ടിച്ചാത്തന് എന്ന് പറഞ്ഞ മറ്റാണത്. കുട്ടിച്ചാത്തൻ അറിയുന്നതിന് അല്ല, ഈ ഗുരു കോടതിയുമായിരുന്നില്ലല്ലോ. കോടതിക്കാണ് ഈ വിഷമങ്ങൾ വരുന്നത്, എൻഫോഴ്സിബിൾ ഓർഡർ എന്നൊക്കെയുള്ള. ഗുരുവിന് അങ്ങനെയൊന്നുമല്ല. ഗുരു ഈസ് എ ഫ്രീ, ഒരു വലിയ ആത്മീയ തേജസ്സായിരുന്നു. അദ്ദേഹത്തിന് ചെയ്യുന്ന കാര്യം സുപ്രീം കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും നിയമം കൊണ്ട് നവോത്ഥാനം ഉണ്ടാക്കാം എന്ന് കരുതുന്നവർക്കുള്ള ഒരു മറുപടിയാണ്. അങ്ങനെ ഒരുപാടുണ്ട് പല സംസ്ഥാനങ്ങളിൽ. എന്താ മാജിക്കൽ റെമഡീസ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു നിയമമുണ്ടല്ലോ. ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഒരു അസുഖത്തിന് ഒരു മരുന്ന്, ഒരു പച്ചമരുന്ന് സുനിലനോട് പറയുന്നു, എനിക്കും ഈ അസുഖം വന്നു, ഞാനിത് കഴിച്ചപ്പോൾ മാറിയതാണ്, എൻ്റെ മുറ്റത്ത് ഞാൻ തന്നെ നട്ട് വളർത്തിയിട്ടുണ്ട്, നാളെ ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറയും. എനിക്ക് തരുന്നു, ഞാൻ പച്ചിലയല്ലേ, മാറിയത് നല്ലതല്ലേ, കഴിച്ചു, മാറി. ഇത് മാജിക്കൽ റെമഡിയാണ്. ബട്ട് ഇത് പറഞ്ഞിട്ട് നമ്മളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ? 2 ഇല തിന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മാജിക്കൽ റെമഡി നമ്മൾ പറയും, മാജിക്കലോ എന്ത് വാങ്ങിക്കോട്ടെ, എൻ്റെ അസുഖം മാറിയാൽ മതി, സുനിലിൻ്റെയും മാറി, എൻ്റെയും മാറി. മാജിക്കാണോ എന്താണോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ മനുഷ്യരെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കേരള സർക്കാർ ഒരു ആക്റ്റൊക്കെ ഇടയ്ക്ക് പാസ്സാക്കി വെച്ചിട്ടുണ്ട്. പാസ്സാക്കിയില്ല. അത് ഇല്ല, അവതരിപ്പിച്ചില്ല ആ ബില്ല് ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് വെച്ചിട്ട് ഒരുപാട് ബഹളമൊക്കെ നടന്നു. ബട്ട് നിയമസഭാ രേഖകൾ ഞാൻ നോക്കിയപ്പോൾ ആ ബില്ല് അവതരിപ്പിച്ചിട്ട് പോലും ഇല്ല. ഏതോ ഒരു CPI കാരനാണ് അത് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. പിന്നെ വേണ്ടിട ബാക്കിയുള്ളവർ പറഞ്ഞു കാണും, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി പിടിക്കേണ്ട. കാരണം ആ ചർച്ചയൊന്നും എത്തില്ല. അത് LDFന് ദോഷമായിട്ടും വരും. ഏതായാലും സുപ്രീം കോടതിയുടെ വിധി നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വർത്തമാനം പറയാനെടുത്തത്. എന്നാലേ ഞാനിത് ആളോട് പറയുന്നത്, കോടതികൾ ഇതിൽ പെടാനും പാടില്ല. കാരണം എൻഫോഴ്സ് ചെയ്യാവുന്ന ഏരിയയിൽ മാത്രമേ കോടതികൾ ഇടപെടുള്ളൂ. ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് ബാധകമാകുന്ന ആൾക്കാർ മൂർത്തമായിട്ട് മുമ്പിൽ വേണം. അതെ അതെ. അതല്ലാതെ കോടതികൾ ആ ഏരിയയിൽ കോടതി കടന്നു കയറില്ല. പിന്നെ എന്ത് ചെയ്യും സാധാരണക്കാരൻ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ജീവിക്കാതെ മാർഗമുള്ളൂ. അപ്പം തട്ടിക്കുന്ന ജ്യോത്സ്യന്മാർ, തട്ടിക്കാത്ത ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ട്. നമ്മളന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചിരുന്നല്ലോ, നമ്മൾ രണ്ടുമല്ലേ നമ്മുടെ കാണിപ്പയ്യൂരിനോട്. കാണിപ്പയ്യൂരും പറഞ്ഞത് അതെ, കുറേ കള്ളനാണയങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കുക, വേണ്ടാതിനൊക്കെ ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും? അതെ. അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ഭയം വേണ്ട, ജാഗ്രത മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.